അമ്മക്ക് എന്താ അറിയില്ല, പൊറാട്ട ആണ് പറഞ്ഞു. ഉപ്പാനോട് ഇതാ 2 പൊറാട്ട ഉണ്ടാകാൻ പറഞ്ഞു. ഇന്നെന്താ ഇപ്പൊ പൊറാട്ടൊക്കെ പൂത്തി? ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ രാവിലെ നമ്മളിതാ കൊറിയർ ഓഫീസിൽ പോവുകയാണ്. നമ്മൾ ഇന്നത്തെ ഈദിൻ്റെ ഒരുപാട് ഓർഡേഴ്സ് വന്നത് കൊണ്ടുപോവുകയാണ്. ഞാൻ ആദ്യം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു പാക്ക് കൊടുക്കാണ്ടിരുന്നു. അതിനുശേഷം നമ്മളിതാ ടൗണിൽ പോയി കൊറിയർ അയച്ച് വരുന്ന ടൈമിൽ ഇതാ നമ്മുടെ ക്യാരറ്റ് കണ്ടു കേട്ടോ. 6 കിലോ 100 എന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക് ഇവിടെ ജ്യൂസ് അടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇക്ക എപ്പോഴും പറയും ക്യാരറ്റ് കാണുമ്പോൾ എന്തായാലും വാങ്ങിക്കണം. അപ്പം ഞാൻ വീണ്ടും അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ വറുത്തരച്ച കറിയാണ്. അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ തേങ്ങയൊക്കെ ഇതാ വറുത്തരക്കുകയാണ്. പിന്നെ ഇതാ നമ്മുടെ ക്യാരറ്റ് നൈറ്റിലേക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇതാ അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കാറാണ്. എന്നാലും നമ്മൾ ആ ഒരു മെഷീനിൽ അടിക്കുമ്പോൾ കുറച്ച് അതിൻ്റെ സത്ത് കിട്ടുള്ളൂ കേട്ടോ. കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ അതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യാതെ അതിൻ്റെ നീര് മാത്രമാണ് എടുക്കാറ്. അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ ഇത് വാഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു ചെമ്പട്ടിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് മാറ്റി വെക്കുകയാണ്. പിന്നെ ഇതാ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ ചിക്കൻ കറിയിൽ എന്തായാലും ഏലക്കായും പട്ടിയും പൂവൊക്കെ ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഇതാ കറിവേപ്പിൻ്റെ ഇലയുടെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഉള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കറി ഉണ്ടാക്കൽ ഞാനാണ്. ഉമ്മ പത്തിരി കുഴച്ച് പരത്തും, ചിലപ്പോൾ ഞാൻ പരത്തി കൊടുക്കും, ഉമ്മ ചുട്ട് കൊടുക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കറി എന്നും ഞാനാണ് ഉണ്ടാക്കാറ്. ഇന്നെന്താ ഉമ്മ പത്തിരി തന്നെ ആക്കിയേ? അമ്മക്ക് എന്താ അറിയില്ല, പൊറാട്ട ആണ് പറഞ്ഞു. ഉപ്പാനോട് ഇതാ 2 പൊറാട്ട ഉണ്ടാകാൻ പറഞ്ഞു. ഇന്നെന്താ ഇപ്പൊ പൊറാട്ടൊക്കെ പൂത്തി? പറയണതേ ഉണ്ടാവുള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച അമ്മാൻ്റെ ഇത് അറിയും, പിന്നെ ഒന്നും കഴിക്കൂല. നമ്മൾ കഴിക്കണ. അപ്പോൾ ഉമ്മ അവിടെ കുറച്ച് പരത്തിയതിന് ശേഷം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ബാക്കി ഈ ഒരു കറീൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് പരത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിലേക്ക് തന്നെ ഞാൻ പച്ചമുളക് അതുപോലെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് നേരം അത് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പൊടികളൊക്കെ ഇടുന്നത്. ഞാൻ മല്ലിപ്പൊടി കുറച്ച് ഇട്ടുള്ളൂ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ഇട്ടുന്നത്. അതിനുശേഷം അത് നല്ല രീതിയിൽ അത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത് അടിപൊളി ഒരു കാരക്കപ്പൊരിൻ്റെ റെസിപ്പിയാണ്. പല ആളുകളും ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപൊളി സ്നാക്സാണെന്ന് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ ഉമ്മ നിസ്കരിക്കാൻ പോയ ടൈമിൽ ബാക്കിയുള്ള പത്തിരിയൊക്കെ ഞാൻ പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ കുറേ പേര് നമുക്ക് ഓർഡേഴ്സ് ഇൻസ്റ്റഗ്രാം വഴി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ DTDC വഴി അതുപോലെ തന്നെ പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത്. 3 to 5 days ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പം മാക്സിമം എല്ലാവരും ഈദ് കളക്ഷന് നമ്മൾ ആ സ്റ്റോറിൽ കയറിയിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പല റേറ്റിനുള്ളതും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്തിട്ട് അതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇൻസ്റ്റഗ്രാം വഴി ഓർഡേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാലും മതി. അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് കളക്ഷൻ കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ നമ്മൾ വറുത്തരക്കാൻ വേണ്ടിയിട്ട് ഇതാ തേങ്ങ അരച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി വയറ്റി വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ തൂമ്പിക്കണം എന്നില്ല. ഞാനെല്ലാം വയറ്റി വെച്ചതാണ്. നമ്മൾ വയറ്റി വെക്കാതെ ആണെങ്കിൽ നമ്മൾ പിന്നെ ഒന്ന് തൂമ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ വറുത്തരച്ച കറി, ഭയങ്കര ഇഷ്ടമാണ്. പത്തിരിക്കൊരു വേറെ ടേസ്റ്റ് തന്നെയല്ലേ. നമ്മൾ മുളകിടാനായിട്ടിലൊക്കെ രസം ആ ഒരു വറുത്തരച്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ ഈത്തപ്പഴത്തിനുള്ള അടിപൊളി സ്നാക്സ് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ അണ്ടിപ്പരപ്പും അതുപോലെ ബദാമും എടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതിയിട്ട്. ഞാനിവിടെ ഉണ്ടായപ്പോൾ 2 കൂടി ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് ഓപ്ഷനിലാണ്, 2 എടുക്കണം എന്നില്ല, ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ഈത്തപ്പഴം ഇതാ നടുവായിട്ട് ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഈത്തപ്പഴവും ബദാമും ഞാൻ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാനെല്ലാം അങ്ങനെ പ്രസ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് കാരക്കേ എടുത്തിട്ടുള്ളൂ, എന്നാൽ തന്നെ ഇവിടെ ബാക്കിയായിരിക്കും
ആയിരിക്കും, കാരണം ഒരുപാട് ആൾക്കാരില്ല നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക്. അതിലേക്ക് ഞാനിതാ ഒരു നുള്ള ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് കുറുകിയ ബാറ്ററാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം ഞാനൊരു തിക്കായിട്ടുള്ള ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ 1 കപ്പ് മൈദയിലേക്ക് 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം അത് പാകമായിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ എല്ലാ നോമ്പിനും ഫസ്റ്റ് ഡേ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്രാവശ്യം 5ാമത്തെ നോമ്പായാലും ഉണ്ടാക്കുന്നുണ്ട്. അല്ല 6ാമത്തെ നോമ്പിന് തല തിരിഞ്ഞു. നോമ്പ് പോയിട്ട് ക്ഷീണിച്ചുമ്മ തല തിരിഞ്ഞു മോളെ. അങ്ങനെ ഇപ്പോൾ ഇതാ അമ്മ ഇതാ വറുത്തെടുക്കുന്നുണ്ട്. ഇത് വധം വേണ്ട. അപ്പം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് റസ്ക് പൊടിയും വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ അതാ ഞാൻ ആ ബാറ്റർ നല്ല തിക്കായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലത്തെ ഒരു മാവാണ് നമുക്ക് വേണ്ടത്. അപ്പോഴേ നമ്മളെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് അതൊക്കെ അതിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് ലൂസാക്കരുത് കേട്ടോ ബാറ്റർ. അപ്പം ഞാനിതാ നമ്മുടെ ഈത്തപ്പഴം ഇതിൽ ജസ്റ്റ് മുക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ വന്നിട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതാ ഞാൻ എല്ലാം ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് വറുത്തെടുക്കട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയൊക്കെ. പല ആളുകളും ഈത്തപ്പഴം പൊരിക്കാറുണ്ട്, പക്ഷെ ഇതുപോലെ പൊരിക്കാത്തവർ എന്തായാലും. ഇന്നലെ നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതിന് മുന്തിരി ജ്യൂസ് ഇല്ലേ, അതാണ് കേട്ടോ ഞാൻ ഇന്ന് വെള്ളമായിട്ട് കലക്കുന്നത്. അപ്പം അതിലേക്ക് ഞാനിതാ കുറച്ച് കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മുന്തിരി വേവിച്ച് വെള്ളമായിരുന്നു. അപ്പം ഞാൻ ടോട്ടലി 3 ബോട്ടിൽ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാനിതാ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ തണുത്ത വെള്ളം ഒഴിച്ച് നീട്ടിയെടുത്തതാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പുതിനേൻ്റെ ഇലയൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒരു ഫ്ലേവറിന് മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കളയാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ഡ്രിങ്കാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. മുന്തിരിയുടെ ജ്യൂസ് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി കളറിലാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതാ ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെളിച്ചെണ്ണ നല്ല കുടിക്കുമല്ലോ ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഒരിക്കലും ഇല്ല കേട്ടോ. നല്ല രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ സ്നാക്സാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊന്നും ഓവറായിട്ട് കുടിച്ചിട്ടില്ല. അപ്പോൾ അതാ ഞാൻ ഫ്രൈ ചെയ്ത് ഒരു ബ്രൗൺ കളറായപ്പോൾ ഞാനിതാ അത് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി സ്നാക്സൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിൽ അറിയിച്ചാൽ മതി. ഇൻഷാല്ലാ എനിക്ക് പറ്റുന്നതാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഓരോ ദിവസവും നമ്മൾ ഓരോ വെറൈറ്റീസാണ് കാണിച്ചിരുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. നിങ്ങൾ ഉണ്ടാക്കാത്തവരൊന്നെങ്കിൽ ഉണ്ടാക്കി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റും സിമ്പിളായിട്ടുള്ള സ്നാക്സ് ആണല്ലേ. ഏത് ടൈമിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ഇതാണ് ഇത് കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ ബ്രെഡിലൊക്കെ കോട്ട് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തതുകൊണ്ട് തന്നെ അത് കാണുമ്പോൾ നമ്മുടെ ഉന്നക്കായ ഒരു ലുക്ക് ഉണ്ടല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉമ്മാൻ്റെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് തിക്കിൽ തന്നെയാണ് കാച്ചി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ നോമ്പ് ഇതങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ 6ാമത്തെ നോമ്പായില്ലേ. അപ്പോൾ ഇന്നലത്തെ നോമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നല്ല ക്ഷീണമുള്ള ദിവസമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ തറാവിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് കുടിക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ പൊലിച്ചക്കേക്ക്. അപ്പോൾ ഇതാ നമ്മുടെ കൂവപ്പൊടി വെള്ളവും കാച്ചി വെക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കുന്ന സ്റ്റെപ്പുകളൊക്കെ. അപ്പോൾ ഉണ്ടാക്കി വെച്ചതാണ്. നോമ്പിനേക്ക് എന്ന് പറഞ്ഞിട്ട് 2 ബോട്ടിൽ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കാച്ചി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്. രാവിലെ ഓടിയ ഓട്ടാണ്. ഇപ്പോൾ ഒരു ഏകദേശം 6:30 ആവാനായിട്ടുണ്ട്. ഈ ടൈമിലാണ് ഞാനൊന്ന് ഇരുന്നത്. ഇപ്പോഴും റെസ്റ്റൊന്നും ഇല്ല. ഭയങ്കര പെയിൻ ഉണ്ട്, ബാക്ക് പെയിന്. കാരണം നമ്മൾ ഇപ്പോൾ സ്റ്റോറിൻ്റെ തിരക്കും പിന്നെ വീട്ടിൽ ഹസ്ബൻഡ് കാര്യങ്ങളെല്ലാം കൂടി ആയിട്ട് ഭയങ്കര ബിസിയാണ്. ഇപ്പോൾ സീസണല്ലേ. അപ്പോൾ നമ്മൾ ഓൺലൈൻ സ്റ്റോറിലെ കളക്ഷൻ എടുക്കാൻ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് രാവിലെ നമ്മൾ ടൗണിലേക്ക് പോകുന്നതാണ്. പിന്നെ അത്രയും നല്ല ക്രൗഡാണ് മാർക്കറ്റിലൊക്കെ. അതിൻ്റെ ഇടയിൽ ഒരുപാട് റിസ്ക് എടുത്ത് നമ്മൾ ഓരോ പീസ് വലിച്ചെടുത്തിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇന്ന് അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഒറ്റയ്ക്ക് പോയത്. ഞാനിപ്പോൾ കാലിക്കറ്റ് പർച്ചേസിങ്ങിനായാലും ഇവിടെ പർച്ചേസിങ്ങിന് ഇപ്പോൾ ഒറ്റയ്ക്കാണ് പോവാറ്. നമ്മൾ ഒരാളെ കൂട്ടുന്നതായിട്ടും ബെറ്റർ നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തന്നെ ഞാനിപ്പോൾ വന്ന് ജസ്റ്റ് ഒരു ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ കൂടെയാണ്.
അപ്പോൾ ഹസ്ബൻഡ് എന്തായാലും നമ്മൾ പുതിയ കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളക്ഷൻ ഞാൻ ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാം വഴിയുണ്ട്, നമ്മൾ യൂട്യൂബ് വഴിയൊക്കെ നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയ അടിപൊളി പാർട്ടി വെയർ ഡ്രസ്സുകൾ വന്നിട്ടുണ്ട്. അതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനാണ്. നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഷോപ്പിൽ നിന്ന് ഈ ഒരു റേറ്റിന് സാധനം കിട്ടില്ല. അത്രയും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പാർട്ടി വെയർ ഒക്കെയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ നെയിമും താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതൊക്കെ തന്നെ എൻ്റെ ബിസിനസ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പെട്ട ഒരു ബിസിനസ്സാണ് ഇത്. ഒരുപാട് വർഷം മുന്നുള്ളൊരിതാണ് ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സ്റ്റോറിലെ വിശേഷമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് മുകളിൽ പോകാം. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ സ്റ്റോറിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാൻ. ഇത് മാത്രമല്ല, ഒരുപാട് കളക്ഷൻ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യട്ടെ. ജസ്റ്റ് ഇവിടുത്തെ കളക്ഷൻ കുറച്ച് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഏതൊക്കെയോ ഞാൻ ഓൾറെഡി ഓരോ വീഡിയോയിൽ കാണിച്ചു തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മൾ ഇൻസ്റ്റഗ്രാം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.